ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സോപാന സംഗീതം ആണല്ലോ ഈ നാദഭൂഷിത എന്ന് പറഞ്ഞു. അതൊന്ന് ആലപിക്കാം. അതുപോലെ തന്നെ ഇത്രയും നേരം ഒരുപാട് വിശേഷങ്ങൾ ഒരു കുഞ്ഞനുജത്തി പറഞ്ഞു തരുന്ന പോലെ വളരെ സ്വാതന്ത്ര്യത്തില് ഞങ്ങള് വരുമ്പോ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. നമ്മളായിട്ട് എങ്ങനെയാണാവോ സഹകരിക്കാവോന്നൊക്കെ. പക്ഷെ ആളെ നേരിട്ട് കണ്ടപ്പോ മനസ്സിലായി ആള് നമ്മുടെ കൂട്ടത്തില് കൂട്ടാവുന്ന പോലെ ഇനി വാ നമുക്ക് വീട്ടിൽ പോവാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റും ആളെ. അത്രയ്ക്കും ഒരു സഹകരണവും വീട്ടിലൊരു കുട്ടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്റെ ടെൻഷൻ പോലും ഇല്ലാതാക്കി. അപ്പൊ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയൊരു അനുഭവം, ഒരു രസകരമായ ഒരു അനുഭവം പറയാം. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ പല ക്ഷേത്രങ്ങളിൽ നിന്നും സന്തോഷം തരുന്ന, അതായത് ഈശ്വരനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന അനുഭവങ്ങളാണ് സോപാന സംഗീതം തന്നിട്ടുള്ളത്. അത് ചോദിച്ചില്ലല്ലേ? ചോദിക്കണേന് മുമ്പ് പറഞ്ഞു പോയില്ല, ഞാൻ ചോദിച്ചു. നമസ്കാരം, നയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിവേദ്യ സമയത്ത് നട അടച്ച് തുറക്കുന്ന സമയത്ത് അവതരിപ്പിക്കുന്ന ഒരു ഭക്തി സംഗീതം, സോപാന സംഗീതം. ഈ സോപാന സംഗീത രംഗത്ത് പ്രശസ്തയായിട്ടുള്ള കുമാരി ആശ സുരേഷ് ആണ് നമ്മളുടെ കൂടെയുള്ളത്. ആശയുടെ വിശേഷങ്ങളും സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാം. നമസ്തേ. നമസ്തേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, സന്തോഷം, സമാധാനം ഇങ്ങനെ പോണു. പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. വീട്ടിലെ അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, ഞാൻ, അങ്ങനെ ഒരു കൊച്ചു കുടുംബമാണ് എൻ്റെ. അച്ഛൻ മർച്ചന്റ് നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ജ്യേഷ്ഠൻ ഇവിടെ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഞങ്ങള് അച്ഛൻ റിട്ടയറായി, അമ്മയും ഞാനും അച്ഛനും ഒഴിവുള്ള ദിവസങ്ങളിൽ ചേട്ടനും നമ്മുടെ പരിപാടിക്കൊക്കെ വിവിധ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ പോയി സന്തോഷമായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ പോണു ആണ് കുടുംബം. ഓക്കെ. എങ്ങനെ ചെറുപ്പം തൊട്ടേ തന്നെ നമ്മുടെ ഈ സോപാന സംഗീതം പഠിച്ചു തുടങ്ങിയോ? എങ്ങനെയാ അതിന്റെ ഒരു വരവ്? സോപാന സംഗീതം ചെറുപ്പം തൊട്ട് പഠിച്ചു തുടങ്ങിയതാണ്. അപ്പൊ അതില് സോപാന സംഗീതമല്ല ശരിക്കും പഠിച്ചു തുടങ്ങിയത് ഇടയ്ക്കയാണ്. സോപാന സംഗീതം എന്ന് പറയുന്ന കലാരൂപം ഇടയ്ക്ക കൊട്ടിപ്പാടുന്നതാണല്ലോ. അതെ അതെ. ചെറുപ്പം തൊട്ട് പഠിച്ചത് ഇടയ്ക്ക. അങ്ങനെ ഇടയ്ക്ക പഠിച്ച് പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് ഇടയ്ക്ക കൊട്ടി പാടാൻ സോപാന സംഗീതം എന്ന് പറഞ്ഞ ആ രംഗത്തേക്ക് വരാനുള്ള ഒരു കാരണം. അപ്പോ എങ്ങനെ ഗുരു ആരായിരുന്നു? ആദ്യത്തെ ഗുരു? എനിക്ക് ഒരേ ഒരു ഗുരുവേ ഉള്ളൂ. ഇടയ്ക്ക പഠിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഞാൻ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഇടയ്ക്ക അധികം സ്ത്രീകൾ ഇല്ല, അധികമെന്നല്ല തീരെയില്ല. പഠിച്ചു തുടങ്ങുമ്പോ ഞാനൊരു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇടയ്ക്ക പഠിക്കാനായിട്ടുള്ളൊരു അവിടെ എത്തിപ്പെടുന്നത്. അങ്ങനെയാണ്. എൻ്റെ ഗുരുനാഥന്റെ പേര് പി നന്ദകുമാർ. അദ്ദേഹം കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ നടയിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ ആ മാഷിന്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് പഠിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല, പഠിപ്പിക്കില്ല, അല്ലെങ്കിൽ പെൺകുട്ടിയല്ലേ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ വളരെ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ആ മാഷിന്റെ അടുത്ത് പോയി എത്തിപ്പെട്ടതും. അവിടെ നിന്ന് അങ്ങോട്ട് ഇടയ്ക്ക് പഠിക്കാൻ തുടങ്ങി. അന്നും ഇന്നും എന്നും ആ ഒരു ഗുരുനാഥനാണ് എനിക്കുള്ളത്. ഈ ഇടയ്ക്ക് പഠിക്കാം എന്നുള്ള ഒരു ആശയം ആരാ, അമ്മയാണോ അച്ഛനാണോ പറഞ്ഞത് ആദ്യം? അതില് ഇരിങ്ങാലക്കുടയാണ് എൻ്റെ സ്വദേശം. അപ്പൊ ഇരിങ്ങാലക്കുടയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കലകളുടെ നാടാണ്. ഒരുപാട് കലാകാരന്മാര് നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഇപ്പോൾ സിനിമാ മേഖലയിലായാലും വാദ്യ മേഖലയിലായാലും ഒക്കെ ഒരുപാട് പേര്, കൂടിയാട്ടം, കഥകളി, അങ്ങനെ ഒരുപാട് പ്രസിദ്ധരുള്ള നാടാണ്. ആ പ്രസിദ്ധിക്കും ഈ കലയ്ക്ക് ഇത്ര അംഗീകാരം ലഭിക്കുന്നതിനും ഒരു വലിയ കാരണം ആവുന്നത് ഇവിടുത്തെ കൂടൽമാണിക്യം ക്ഷേത്രം കൂടിയാണ്. കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ കൂടൽമാണിക്യ സ്വാമിയുടെ മുൻപിലായി ഞങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യം. അപ്പോൾ വളരെ ചെറുപ്പകാലത്ത് അത്താഴപൂജ തൊഴാൻ പോകുന്നൊരു പതിവുണ്ട് രാത്രി. അപ്പൊ കൂടൽമാണിക്യത്തില് അച്ഛന്റെ കൂടെ ഇങ്ങനെ തൊഴാൻ പോകുമ്പോൾ കാണുന്നൊരു വാദ്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കയാണ്. അപ്പൊ ഇടയ്ക്ക് കാണുമ്പോൾ നമ്മള് ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുന്ദരമായിട്ടുള്ളൊരു വാദ്യമാണ്. ചെറിയ കുട്ടിക്ക് മാത്രല്ല, ആര് കണ്ടാലും അല്ലെ, അതിന്റെ ഒരു കൗതുകം, ഭംഗിയല്ലേ കാണാൻ. അപ്പോ ആ വാദ്യം തൊടണമെങ്കിൽ
അത് പഠിച്ചാലാണ് അതിലേക്ക് എങ്ങനെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ആ ഒരു ചെറിയ കൗതുകം നമ്മുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലിങ്ങനെ ഇത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ വന്നു. അപ്പൊ അച്ഛനും അമ്മയും എന്നും നമ്മളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ്. അങ്ങനെ പോയി പഠിക്കാൻ ചേർന്നു. ആ വാദ്യത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇടയ്ക്ക് പഠിക്കാൻ പോയത്. അപ്പൊ മോള് പറഞ്ഞു അങ്ങോട്ട് അച്ഛനോടും അമ്മോടും എനിക്കിത് പഠിക്കണം? പിന്നെ അവർക്കായാലും അങ്ങനെ തന്നെയാണ്. അതായത് അത് പറയുമ്പോൾ ഒരു ചെറിയൊരു കഥയാണ്. എന്താ വെച്ചാൽ ചെറുപ്പത്തില് എല്ലാവരുടെയും എല്ലാ പാരന്റ്സിന്റെയും പോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും പാട്ടിനും ഡാൻസിനും ഒക്കെ കൊണ്ട് ചേർക്കുമല്ലോ. അപ്പൊ എനിക്ക് ഇഷ്ടവുമാണ് അതെല്ലാം. എല്ലാ കാര്യത്തിലും ഇപ്പോ എന്താ പറയാ ഇത്തിരി ഉത്സാഹമൊക്കെ കാണിച്ചിരുന്നു കുഞ്ഞതിലെന്ന് അവർ പറയാറുണ്ട്. അപ്പൊ അത് കാരണം അങ്ങനെ പോയി ചേർന്ന് അതിനുശേഷമാണ് ഇടയ്ക്കയിലേക്ക്. ആദ്യം പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കില്ലല്ലോ ഇടയ്ക്ക് പഠിക്കാൻ ചേരാം എന്നുള്ളത്. പിന്നീടാണ് ഇടയ്ക്ക് വാദ്യം പഠിക്കാനുള്ള ഒരു വഴിയിലേക്കൊക്കെ വന്നത്. അപ്പോൾ ഭഗവാൻ അങ്ങനെ എത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം. എത്ര വയസ്സില് സ്റ്റാർട്ട് ചെയ്ത്? ഇടയ്ക്ക് പഠിക്കാൻ തുടങ്ങിയത് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പൊ ഒരു ഏകദേശം എത്ര വയസ്സുണ്ടാവും, ഒരു 7 വയസ്സോ അങ്ങനെ 6-7 വയസ്സൊക്കെ ആവും സാധ്യത. പാട്ട് പഠിക്കാൻ മുമ്പ് ഇതുപോലെ പാട്ടിനും ഡാൻസിനും കൊണ്ട് ചേർന്ന് പിന്നെ പാട്ടിന്റെ ആ വഴിയിൽ നിന്ന് മാറി. അങ്ങനെയാണ് പാട്ട് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്ക് ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് വായിക്കാൻ മാത്രമല്ല, ഇടയ്ക്ക് കൊട്ടിപ്പാടുന്നതാണല്ലോ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു സോപാന സംഗീതം അല്ലെങ്കിൽ അഷ്ടപതി എന്ന് പറയുന്ന ഒരു രൂപം. അങ്ങനെയാണ് ഇടയ്ക്ക് ശേഷം ആ പാട്ടും പഠിക്കാൻ ഉള്ളൊരു ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ പാട്ട് പിന്നീട് തുടർന്ന് പോയില്ല, ഇടയ്ക്ക് വിട്ടില്ല. ഇടയ്ക്ക് പിന്നെ ഇന്നും തുടർന്ന് ഇപ്പൊ നമ്മള് പറയൂല്ലോ ഈ സോപാന സംഗീതം എന്ന് പറയുമ്പോ കുറച്ച് ടഫ് വേർഡ്സുകളും ഒക്കെ ഉണ്ടാവും അതിൽ, ആലാപനത്തിൽ തന്നെ. പെട്ടെന്ന് അങ്ങോട്ട് ഒരാൾക്ക് കേൾക്കുമ്പോഴേക്കും പാടാൻ പറ്റില്ല, കുറച്ചൊരു ടഫ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെ, ഈ ഗുരു തന്നെയാണോ, നന്ദകുമാർ സാർ തന്നെയാണോ ഈ ആലാപനങ്ങളും പഠിപ്പിച്ചു തന്നത്? അല്ല, ഇടയ്ക്കാണ് ആശാൻ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ പാടി കേൾപ്പിക്കാറുണ്ട്, എനിക്ക് അത്യാവശ്യം തിരുത്തൊക്കെ പറഞ്ഞു തരാറുണ്ട്. പിന്നെ പലതും കേട്ട് പഠിക്കാറുണ്ട്, സ്വയം ചിട്ടപ്പെടുത്താറുണ്ട്, പലരും സോപാന കീർത്തനങ്ങൾ എഴുതി തരാറുണ്ട്. സോപാന സംഗീതത്തിന് ഒരു കടുകെട്ടി പദപ്രയോഗം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ലളിതമായി ഭഗവാനെ എങ്ങനെ വർണ്ണിക്കുന്നു എന്നുള്ളതാണ്. ആ എത്ര കട്ടിയുള്ള വാക്കാണെങ്കിലും അത് കേൾക്കുന്ന ഒരാളുടെ ഉള്ളിൽ അത്ര ലോലമായി ചെല്ലണം. അവിടെയാണ് നമ്മുടെ സംഗീതത്തിന്റെ പ്രാധാന്യം. അങ്ങനെ ഇപ്പൊ നമ്മളൊരു ശിവന്റെ കീർത്തനം, മഹാദേവന്റെ കീർത്തന പാടുന്നുണ്ടെങ്കിൽ മഹാദേവനെ മനസ്സിലാവണം, കാണാൻ പറ്റണം എന്നാണ്. കണ്ണിലൂടെ അത് കാണിച്ചു കൊടുക്കാൻ പറ്റണം എന്നാണ്. അപ്പോ വാക്കുകളുടെ ഗാംഭീര്യം, കാഠിന്യം ഒക്കെ ആ സംഗീതത്തിനോട് ചേരുമ്പോൾ അതങ്ങട് അലിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോ നമുക്കതൊരു എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല എന്നൊന്നും ഇല്ല കേട്ടോ. കാരണം സോപാന സംഗീതം അഷ്ടപതിയാണ് സംസ്കൃതത്തിലുള്ളത്. സോപാന സംഗീതം എന്ന് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ മലയാളത്തിലാണ്. പക്ഷെ മലയാളത്തോട് നമുക്ക് എത്ര അടുപ്പമുണ്ട് എന്നുള്ളത് അതിലൊരു ഘടകമാണ്. പല കാര്യങ്ങളും ഇപ്പൊ അറിയില്ലല്ലോ പലർക്കും. മലയാളം അറിയില്ല എന്ന് പറയുന്നത് ഒരു അലങ്കാരമാണ് പലപ്പോഴും. അങ്ങനെ ആവാൻ പാടില്ല. മലയാള ഭാഷയോട് ഏറ്റവും ചേർന്ന് നിന്നാൽ നമുക്ക് എന്തും നാവിൽ വഴങ്ങും. എല്ലാ അക്ഷരങ്ങളും എല്ലാ വാക്കുകളും വളരെ ഭംഗിയായി നമുക്ക് ഉച്ചരിക്കാനും എല്ലാം സാധിക്കും. അപ്പൊ സോപാന സംഗീതം മലയാളത്തിൽ തന്നെയാണ്. അഷ്ടപതിയിലേക്ക് പോകുമ്പോഴാണ് അത് സംസ്കൃതമാവുന്നത്. അപ്പൊ സംസ്കൃത പദങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കണം. അത് ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം എടുക്കണം. സോപാന ആയാലും ഇപ്പൊ ചില കീർത്തനങ്ങളിലൊക്കെ നമുക്ക് ചിലർ പാടുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മുറിക്കലൊക്കെ ചിലപ്പോൾ തെറ്റാവും. അപ്പൊ അർത്ഥം ഭയങ്കരമായിട്ട് മാറും. അത് ഇല്ലാതിരിക്കാൻ മലയാളത്തോടൊരു സ്നേഹം നമുക്ക് പ്രത്യേകം വേണം. പഠിച്ചതൊക്കെ നമ്മൾ ഇവിടെ തന്നെ 100% ഇരിഞ്ഞാലക്കുട വിട്ട് പുറത്തു പോകാത്ത ആളാണ് ഞാൻ. എല്ലാം LP ഒക്കെ പഠിച്ചത് ഇവിടെ ഡോൺ ബോസ്കോ സ്കൂളുണ്ട്, അവിടെയായിരുന്നു. പിന്നെ സംസ്കൃതം സെക്കൻഡ് ലാംഗ്വേജ് എടുക്കാൻ വേണ്ടിയിട്ട് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിലേക്ക് മാറി. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിലായിരുന്നു. പിന്നെ +1 +2 നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇവിടുത്തെ. ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളാണ് കേട്ടോ. +2 കഴിഞ്ഞപ്പോൾ വലിയ ആഗ്രഹമാണ് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട. അപ്പൊ ക്രൈസ്റ്റില് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത് സത്യം പറഞ്ഞാൽ. അഹങ്കാരാണ് ഇവിടെ. അപ്പൊ ഡിഗ്രിയും PGയും പിന്നെ 2ാമതൊരു PG ചെയ്തു, ഒക്കെ ക്രൈസ്റ്റിൽ തന്നെ. എല്ലാം ക്രൈസ്റ്റും ഇരിഞ്ഞാലക്കുടയും 1 കിലോമീറ്ററിന്റെ ഉള്ളിലായിരുന്നു എൻ്റെ എല്ലാ പരിപാടികളും. നമ്മുടെ അതില് എനിക്ക് ഇന്ത്യയില് അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തില് നിന്ന്
കിട്ടുന്നത് തന്നെ കിട്ടുന്നത് പോലെ മറ്റൊരു സ്ഥലത്ത് പോയി കിട്ടുന്നുള്ള അങ്ങനത്തെ ഒരു അന്ധമായ വിശ്വാസമൊന്നും എനിക്കില്ല. മലയാളത്തെ സ്നേഹിക്കുന്ന ഒരു കുട്ടി. അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ഭാഷ നമ്മള് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ അല്ലേ, എല്ലാവരും ഇവിടെ നിന്ന് പോവാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ ആരാ? അതെ അതെ, ഉറപ്പായിട്ടും. അല്ല, അത് എന്റെ ഒരു വേർഷൻ മാത്രമാണ് കേട്ടോ. ഇവിടെ ഉള്ളതിൽ ഹാപ്പിയാണ് ഞാൻ. എനിക്ക് ഇവിടെയൊക്കെ പഠിക്കാൻ ഇഷ്ടമാണ്, നമ്മുടെ നാട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എല്ലാം കൊണ്ടും വീട്ടിലും അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. എൻ്റെ അച്ഛനൊരു പ്രവാസിയായിരുന്നു, അച്ഛൻ ഷിപ്പിലായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലത്ത് ആയാലും ഏറ്റവും വലിയ ആഘോഷവും സങ്കടവും ഉണ്ട് അതിൽ. ഏറ്റവും വലിയ സങ്കടം അച്ഛൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതും, ഏറ്റവും വലിയ ആഘോഷം അച്ഛൻ്റെ തിരിച്ചു വരവാണ്. അപ്പോ അച്ഛനും പറയും, നമ്മള് അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഉണ്ടാവാൻ ഒരു സാഹചര്യം ജീവിക്കാൻ ഭഗവാൻ തരുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോവാണ് നല്ലതെന്ന്. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള എനിക്ക് അച്ഛനെയും അമ്മയും നാടും ഒക്കെ വിട്ടു പോവാൻ വലിയ പ്രയാസ. അപ്പൊ ഞാൻ പഠിക്കാനായാലും എനിക്ക് അങ്ങനത്തെ വലിയ ഇതൊന്നുമില്ല. അവിടെ പുറത്ത് പോയി പഠിക്കണം, എനിക്ക് ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് ചെയ്തതും. തീർച്ചയായിട്ടും നമ്മുടെ നാടും നമ്മുടെ അമ്പലവും. അതെ അതെ അതെ. മിക്ക ദിവസം പരിപാടി ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ കൂടൽമാണിക്യസ്വാമിയും ഈ കളത്തുംപടി ദുർഗയൊക്കെ കണ്ടിട്ടാണ് ഒരു ദിവസം ആരംഭിക്കാറുള്ളത്. അത് മാനസികമായി വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ആ കാര്യങ്ങളിലൊക്കെ. ഇഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. വേറെന്തിനു പോണം പുറത്ത്? അതാണ് പഠനം. അപ്പൊ നമുക്കിനൊരു കീർത്തനം കേട്ടാലോ? തീർച്ചയായിട്ടും പാടാം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഭദ്രകാളി ദേവി പാലയ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴ അമ്മേ ദേവി. തീക്കനൽ ജ്വലിച്ചു തള്ളിയ തീക്ഷ്ണമാം നയനങ്ങളും, തീക്കനൽ ജ്വലിച്ചു തള്ളിയ തീക്ഷ്ണമാം നയനങ്ങളും, കൈതൊഴാം ഭയങ്കരി തവ മൂർച്ചയേറിയ ദംഷ്ട്രയും. അമ്മേ ദേവി. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ ശരണം. ന്യൂജൻ കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഈ ഭക്തി, അതുപോലെ ഇപ്പം അമ്പലത്തിൽ വരിക, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭക്തിയുടെ ആ ഒരു അന്തരീക്ഷത്തിലുള്ളൊരു ജീവിതത്തിനൊന്നും വലിയ താല്പര്യം കാണിക്കണില്ല അല്ലേ? എന്താ അതിൻ്റെ അഭിപ്രായം? അത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ രാമായണം, സോപാന സംഗീതം ഒഴികെ ബാക്കി കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് രാമായണം വായിക്കാൻ, ഭഗവത്ഗീത, പൂന്താനം, നാരായണീയം, ലളിതാ സഹസ്രനാമം ഇതൊക്കെയാണ് പഠിപ്പിക്കാറുള്ളത്.
ഇത് ഇപ്പൊ ഒരു എന്താ പറയാ ഒരു UKG ഒക്കെ തൊട്ടിട്ട് ഇപ്പൊ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ കൂടെ അങ്ങനെ വളർന്നു വന്നിട്ടുള്ള കുട്ടികളുണ്ട്. ഞാനും അവരുടെ ഒരു ചേച്ചി അങ്ങനെയാണ്. അപ്പൊ അതിലെനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇതൊന്നും പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഈസി ആയിട്ടുള്ള വെച്ചാൽ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച് ഇപ്പൊ ഒരു മൊബൈൽ ഫോണിൽ ഒരു ഗെയിം കളിക്കാൻ കൊടുക്കുന്നത് പോലെ അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോ ആ കുട്ടികൾക്ക് അറിയില്ലല്ലോ. ഞാൻ ഇപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള എന്റെ മറുപടി എന്ന് പറഞ്ഞാൽ, കുട്ടികളെ എങ്ങനെ മോൾഡ് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ വളരെ വലിയൊരു പങ്ക് അവരുടെ അച്ഛനും അമ്മയ്ക്കുമുണ്ട്. അവര് ഇപ്പോ എന്റെ വീട്ടിൽ സന്ധ്യക്ക് വിളക്ക് വെച്ച് നാമം ജപിക്കണം. അത് ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല. വളരെ ചെറുപ്പം തൊട്ട് എന്റെ മുത്തശ്ശി ചെയ്ത് കണ്ട്, അമ്മൂമ്മ ചെയ്ത് കണ്ട്, അമ്മ ചെയ്ത് കണ്ട് ഞാൻ അങ്ങനെയാണ്. അപ്പൊ അതിൽ നമുക്കത് അതിലൊരു ബുദ്ധിമുട്ടില്ല. സന്ധ്യയായി, അടിച്ചു വാരി വെള്ളം തെളിച്ചു, വിളക്ക് വയ്ക്കലാണ്, നാമം ജപിക്കും. ചെറുപ്പത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ എങ്ങനെയെങ്കിലും അത് തീർക്കാൻ എന്നാലത് ചെയ്യും. അത് നിർബന്ധമായിട്ട്, കാരണം മുൻപുള്ളവര് ചെയ്ത് കാണുമ്പോ അത് കൈ വളർന്നു പോരുന്ന ഒരു കൈമാറി ഇങ്ങനെ വരുന്നത്. അത് ചെറുപ്പകാലത്ത് നമ്മൾ അതിന്റെ വരുംവരായികൾ അല്ലെങ്കിൽ അതിന്റെ നല്ല വശം ഇങ്ങനെ ഗുണം അതൊന്നും നോക്കിയിട്ടല്ലല്ലോ പ്രാർത്ഥിക്കുക. പിന്നെ എന്തുണ്ടെങ്കിലും ഭഗവാനോട് പറയാ, കൃഷ്ണനോട് പറയാ. ഇതൊക്കെ നമ്മുടെ ഒരു ശീലമാണല്ലോ പണ്ട് തൊട്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കുട്ടികളിലേക്ക് ഇപ്പൊ നമ്മളുടെ അവിടെ വരുന്ന കുട്ടികൾക്കായാലും അവർക്ക് ഇപ്പൊ രാമായണം വായിച്ചിട്ട് രാമായണത്തിലെ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോ ഇന്ത്യൻ സൈഡ് അങ്ങനെ അതിലേ അങ്ങനെയാണ്, ശ്രീരാമന്റെ പോലെയാണ് ആവേണ്ടത് എന്നൊക്കെ ഇവര് നമ്മളോട് പറയും. അപ്പൊ നമ്മള് വേറെ ഉപദേശം അവർക്ക് കൊടുക്കണ്ട. ഇതൊക്കെ അതിലുള്ളതാണ്. നമ്മളുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പറയുന്നത് മോറൽസ് തന്നെയാണ്, അതിന് സംശയമില്ല. അപ്പോ പലപ്പോഴും കുട്ടികളുടെ ശ്രദ്ധ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അവരുടെ വീട്ടിൽ നിന്നാണ്, അവരുടെ അച്ഛനും അമ്മയും തന്നെയാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് അതിന്റെ ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ദർശനത്തിന് പോവാ. അപ്പൊ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ക്ഷേത്ര അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മനസ്സിന് അത്ര ശാന്തത തരുന്ന അല്ലേ, ഒരു സമാധാനം തരുന്ന ഒരു പീസാണ് നമുക്കതിൽ തരുന്നത്. ഈ പീസ് നമ്മളിപ്പോ എന്താ പറയാ, എന്നും ഈ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ഒരു ഫലം അല്ലേ. അത് നമുക്കുണ്ടായാൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായാൽ അതിന്റെ മക്കള് സേഫായി, ഹാപ്പിയായി, ഭംഗിയായി, സന്തോഷമായി ഇരുന്നാൽ അതിനേക്കാൾ സന്തോഷിക്കുന്നത് ആരാ? അച്ഛനും അമ്മയാണ്. അപ്പോ മക്കളുടെ നല്ലത് എന്നുള്ളത് മാത്രല്ല, അവരവരുടെ സമാധാനത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണേ, നമ്മുടെ സെൽഫ് സമാധാനത്തിന് വേണ്ടി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ക്ഷേത്ര ദർശനം ഇപ്പോ വിശ്വാസം അന്ധവിശ്വാസം എന്നുള്ളതൊന്നുമല്ല, ആ ഒരു ഭക്തി അന്തരീക്ഷം, അവിടെ ഉച്ചരിക്കുന്ന മന്ത്രങ്ങള്, ആ വായുവിൽ ഉണ്ടാക്കുന്ന പോസിറ്റീവ് എനർജി, അതിലൊക്കെ നമ്മള് ആ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ഓറ തന്നെ വ്യത്യാസമാണ്. അതിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും ഇതൊന്നും അറിയാതെ ഒരു ശാന്തത, ഒരു അനുഭവം, ഒരു സമാധാനം ഫീൽ ചെയ്യും അല്ലെ. പറയണ കേൾക്കാറില്ലേ, ക്ഷേത്രത്തിന്റെ ആലിന്റെ ചുവട്ടിൽ ചെന്നിരുന്നാൽ അത് ആ ഓക്സിജൻ ആല് തരുന്ന ആ ഒരു ശുദ്ധവായുവിന്റെ ഒരു ഗുണം നമുക്കൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. സംസ്കൃത മന്ത്രോച്ചാരണങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ കാറ്റിന് തന്നെ വ്യത്യാസമാണ്. രാവിലെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നല്ല പ്രഭാത സമയത്ത് സുപ്രഭാതം കേൾക്കുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ തോന്നും അല്ലേ, അമ്പലം അന്തരീക്ഷം. പാട്ടായിട്ട് നമ്മൾ കേട്ടാലും നമ്മുടെ മനസ്സിൽ ആ ശാന്തതയിലേക്ക് പോകും. അതൊക്കെ തന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ കുറെ അങ്ങനെയല്ല, നാമം ചൊല്ലും അതൊക്കെ നമ്മളുടെ കാരണവന്മാര് നമ്മളുടെ നല്ലതിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും അതൊക്കെ വിശ്വാസപരമായിട്ട് പറയുമ്പോൾ അത് ആചരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അങ്ങനെ അപ്പോ കുട്ടികളെ ഇതിലേക്ക് നടത്തേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം വീട്ടിലിരിക്കുന്നവർക്കാണ്. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലാണ് മക്കൾ ഇതിൽ വരുള്ളൂ. മക്കള് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, സ്വന്തം അച്ഛനമ്മയും പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞത് കേൾക്കും? അത് പൂർണ്ണമായും കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഇനി നമുക്ക് ഒരു കീർത്തനം കൂടി കേട്ടാലോ? കേൾക്കാം, പാടാം. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സോപാന സംഗീതം ആണല്ലോ ഈ നാദഭൂഷിത എന്ന് പറഞ്ഞത്. അതൊന്ന് ആലപിക്കാം. നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം ഹരിണ ചർമ്മവും ഫണിഗണങ്ങളും വാസുകി പരിവിശോഭിതം വിമലവക്ഷസും ഭവഭയാപഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം ചന്ദ്രശേഖര
ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാ ശിവ ശംഭോ ശംഭോ നീലകണ്ഠ തവ നീലകണ്ഠവുമതിൽ പുളഞ്ഞൊര ഹിമാലയും ഭൂതിശോഭ വഴിയും കരങ്ങളിൽ രമടമാരവ കട്ടും തുടി ശൂലപാണി ശംഭോ ശൂലപാണി മഹാത്രിശൂലമതു മൃഗവുമേന്തിഗതി ഏൽക്കുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാ ശിവ ശംഭോ ശംഭോ ഇടയ്ക്കയുടെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ഇടയ്ക്ക ദേവവാദ്യം എന്നറിയപ്പെടുന്ന വാദ്യമാണ് ഇടയ്ക്ക. ഇടയ്ക്കയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. ഇടയ്ക്കയ്ക്ക് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? അതെ അതെ. ആ ഭംഗിയുടെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതായത് ഈ താഴെ കിടക്കുന്ന ഈ നൂല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇതിനെ പൊടിപ്പ് എന്നാണ് പറയാ. പൊടിപ്പ് 64 എണ്ണം ഉണ്ട്. ഈ 64 പൊടിപ്പ് എന്ന് പറഞ്ഞാൽ 64 കലകളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ജീവക്കോൽ എന്നാണ് ഇതിനെ പറയാ. ജീവക്കോലിലാണ് ഈ 64 പൊടിപ്പ് കോർത്തിട്ടിരിക്കുന്നത്. അപ്പൊ 64 കലകളെ ജീവക്കോൽ എത്ര എണ്ണം നോക്കും? 4 ജീവക്കോലുണ്ട്, കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കോർത്ത് ഇടും 4 എണ്ണം. അത് 4 വേദങ്ങളാണ് ആയിട്ടാണ് സങ്കല്പിക്കുക. 4 വേദങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ 4 വേദങ്ങളിൽ 64 കലകള് ഇങ്ങനെ കോർത്തിണക്കിയിട്ടിരിക്കുകയാണ്. അതുപോലെ ഈ കൈ പിടിക്കുന്ന ഭാഗം ഇതാണ് ഇടയ്ക്കയുടെ കുറ്റി. ഇത് ഇടയ്ക്കയുടെ കുറ്റി. ഇതിനെ നമ്മളിപ്പോ പ്രപഞ്ചമായിട്ട് കണക്കാക്കും. എന്നിട്ട് ഈ 2 വട്ടങ്ങള് ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനുമായിട്ടാണ് പറയാ. അപ്പോൾ എപ്പോഴും ഒരു വശത്ത് മാത്രമേ വായിക്കുള്ളൂ. അത് നമ്മൾ ശ്രുതിയൊക്കെ ഏറ്റവും നമ്മളുടെ ശബ്ദത്തിന് എന്താ പറയാ അനുയോജ്യമാവുന്ന തരത്തിലുള്ള നൈസായിട്ടുള്ള തോലിട്ട വശമാണ് വായിക്കുക. അപ്പൊ വായിക്കുന്ന വശം മാറിപ്പോവാതിരിക്കാൻ ഇങ്ങനെ ഒരു കെട്ട് ഇടും. ഇതൊക്കെ എക്സ്ട്രാ നമ്മൾ ഭംഗിക്ക് വേണ്ടി ഇടുന്നതാണ്. അപ്പോ ഈ ഇതിനെ വായിക്കുന്ന ഭാഗത്തിന് സൂര്യനായിട്ടും പിന്നില് ചന്ദ്രനായിട്ടുമാണ് കണക്കാക്കുക. അപ്പൊ ഈ ഇടയ്ക്കിടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ കുറ്റിയിൽ നമ്മള് പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇടയ്ക്കിടെ ശബ്ദത്തിന് വ്യത്യാസം വരിക. നല്ലോണം അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഹൈ പിച്ചിലേക്ക് പോകും. അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ലോ പിച്ചിലേക്ക് വരും, ബേസ് പിച്ചിലേക്ക് വരും. അങ്ങനെ നമ്മള് അങ്ങനെ ഒരു സംഭവം, അങ്ങനെയാണ് ശബ്ദത്തിലൊക്കെ വ്യത്യാസം വരിക. ശബ്ദത്തിന് വ്യത്യാസം വരുന്നത് നമ്മൾ ഈ കൈ കൺട്രോൾ ചെയ്യുന്നത് അനുസരിച്ചാണ്. അങ്ങനെ അപ്പൊ എത്ര കാര്യങ്ങളായി? 64 കലകള്, 4 വേദങ്ങള്, സൂര്യൻ, ചന്ദ്രൻ, പ്രപഞ്ചം. ഈ വട്ടത്തില് 6 ദ്വാരങ്ങളാണുള്ളത്. 6 ഹോൾസിൽ കൂടെയാണ് ഇതിങ്ങനെ ഈ കയർ കോർത്തിരിക്കുന്നത്. ഈ 6 എന്ന് പറയുന്നത് 6 ശാസ്ത്രങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. അതുപോലെ ഈ തോൾ കച്ച മഹാദേവന്റെ കഴുത്തിലെ പന്നകമായിട്ടാണ് കണക്കാക്കുക. പന്നകം എന്ന് വെച്ചാൽ പാമ്പ്, മഹാദേവന്റെ കഴുത്തിലെ പന്നകം. അപ്പം എന്തൊക്കെ കാര്യങ്ങളായി അല്ലേ? സൂര്യനായി, ചന്ദ്രനായി, 64 കലകളായി, പ്രപഞ്ചമായി, 6 ശാസ്ത്രമായി, 4 വേദങ്ങളായി, മഹാദേവന്റെ കഴുത്തിലെ പന്നകമായി. അപ്പോ ആശയം കൊണ്ട് ഇത്ര സമ്പുഷ്ടമായൊരു വസ്തുവിന്റെ ഭാരം ഭൂമി ദേവിക്ക് താങ്ങില്ല എന്നാണ് പറയാ. അതുകൊണ്ട് നേരിട്ട് ഇടയ്ക്ക താഴെ വെക്കില്ല. എങ്ങനെയാ കണ്ടിട്ടുള്ളത്? ക്ഷേത്രത്തിലൊക്കെ കൊളുത്തിയിട്ടിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഒന്നുകിൽ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിലും പൊതുവെ താഴെ വെക്കില്ല, അതിങ്ങനെ കൊളുത്തിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോ കൊളുത്തിയിടുമ്പോ ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഈ വാദ്യത്തിന് എന്ത് പേര് വന്നു? ഇടയ്ക്ക എന്ന പേര് വന്നു. പിന്നെ വേറൊരു, ഇപ്പൊ അത് സയന്റിഫിക് ആണോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ എന്താ നിലത്ത് വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ?
ഒന്നും സംഭവിക്കില്ല. പക്ഷെ അതിലൊരു സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഇടയ്ക്കയുടെ തോല് വളരെ നൈസാ. നമ്മൾ ഇങ്ങനെ നിലത്ത് സാധാരണ എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ടുവച്ചാൽ പെട്ടെന്ന് പൊട്ടും. ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഉറുമ്പ് കടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കോറൽ വന്നാൽ മതി, ഇടയ്ക്കയുടെ തോല് പൊട്ടും, ശബ്ദം വ്യത്യാസം വരും. അപ്പോ ഒരു വാദ്യോപകരണം എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോ ശരിക്കും സയന്റിഫിക്കലി തോല് പൊട്ടാതിരിക്കാനാണ്. പിന്നെ ഏത് കാര്യവും നമ്മൾ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അത് ആചരിക്കാൻ കുറച്ചും കൂടി ശ്രദ്ധ കാണിക്കും ആളുകൾ. അതുകൊണ്ടാണ് നിലത്ത് വെക്കാൻ പാടില്ലാത്തൊരു വാദ്യമാണ് എന്ന് പറയുന്നത്. ഈ സോപാന സംഗീതത്തിന്റെ ഉൽപ്പത്തി, അതുപോലെ തന്നെ ഈ കർണാടക സംഗീതം പോലെ തന്നെ അടിസ്ഥാന സ്വരങ്ങളിലൂടെയാണോ സോപാന സംഗീതവും പാടി പഠിക്കുക? നമ്മളുടെ എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് പറയുന്നതാണ്, സോപാന സംഗീതം അല്ലെങ്കിൽ കേരളീയ ക്ഷേത്ര ആരാധനാ സങ്കല്പത്തില് വാദ്യം, താളം, ഘോഷം അല്ലെങ്കിൽ സംഗീതം, നൃത്തം ഇതിനൊക്കെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ പൂജാ സമയങ്ങളിൽ ഈ വാദ്യപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ സോപാന സംഗീതത്തിന്റെ ഉൽപ്പത്തി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സോപാന സംഗീതം നട അടയ്ക്കുന്ന സമയത്ത് സാധാരണ നമുക്ക് ഭഗവാൻ ക്ഷേത്രത്തിൽ പോയാൽ പൂജാ സമയത്താണെങ്കിൽ നമുക്ക് പൂജാ സമയത്ത് അല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഈശ്വരനെ കാണാം, വിഗ്രഹം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അല്ലെ. അപ്പോ അല്ലാത്ത സമയത്ത് നട അടയ്ക്കുന്ന കുറച്ച് സമയത്ത് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോകാണ്ടിരിക്കാൻ കണ്ണടച്ചു നിന്നാലും ആ ഉള്ളിലുള്ള ഒരാളെ കാണാൻ പറ്റുന്ന, ഭക്തന്റെയും ഭഗവാന്റെയും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു വാദ്യം ഇടയ്ക്ക. ഈ പൂജാ സമയത്ത് വാദ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പൊ അത്തരത്തിൽ ആരാധനാ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടാണ് സോപാന സംഗീതം പോലുള്ള കലകൾ ഉത്ഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ക്ഷേത്ര പൂജാ സമയങ്ങളിൽ കൊട്ടിപ്പാടി സേവിക്കുകയാണ് ഭഗവാനെ. അത് നേദ്യം കൊടുത്തു കഴിഞ്ഞിട്ട്, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പ്രസന്ന പൂജ എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. പ്രസന്ന പൂജയ്ക്കാണ് ഭഗവാനെ അലങ്കരിച്ച് അങ്ങനെ നടയൊക്കെ തുറക്കുന്ന സമയത്താണ് ഇത് പാടുക. ആ അടയ്ക്കുന്ന ആ കുറച്ച് സമയത്തെ ഗ്യാപ്പിൽ. അപ്പോൾ നമ്മളായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് വയറു നിറയെ ഭക്ഷണം തന്നു, നമ്മളെ ഭംഗിയായി മുഖച്ചാർത്തും അലങ്കാരവും ഒക്കെ നടത്തി നമ്മളെ വർണ്ണിക്കുകയാണ്, നമ്മളെ ധീരനായി നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വർണ്ണിക്കുക, നമ്മുടെ സൗന്ദര്യം വർണ്ണിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഒരു കാര്യം ചോദിച്ചാൽ പെട്ടെന്ന് അതാണ് പ്രസന്ന പൂജയാണ്. പ്രസന്നമായിരിക്കുന്ന സമയത്ത് പാടുന്നതാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തന് ഫലം കൂടുതലുണ്ടാവും എന്നാണ് പറയുക. അതാണ് സോപാന സംഗീതത്തിന്റെ എൻ്റെ ഗുരുനാഥനൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു അറിവ്. അപ്പൊ ചേച്ചി ചോദിച്ച പോലെ കർണാടക സംഗീതം രാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണോ സോപാന സംഗീതം എന്നുള്ളത്, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്. ഞാൻ കർണാടക സംഗീതം ഇങ്ങനെ വളരെ ചെറുപ്പം തൊട്ട് പഠിച്ച് സോപാന സംഗീതത്തിലേക്ക് വന്ന ആളല്ല. അപ്പോൾ കർണാടക സംഗീതം അല്ലെങ്കിൽ സോപാന സംഗീതത്തിന് ചിട്ടയായി കർണാടക സംഗീത ഛായയിലുള്ള അങ്ങനെ ഒരു നിർബന്ധം ഇല്ല. അതായത് കർണാടക സംഗീതം പരിശീലിക്കാത്ത ഒരാൾക്കും സോപാന സംഗീതം പാടാൻ പറ്റും. പിന്നെ സംഗീതം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ കേൾക്കുന്ന ആൾക്ക് എത്ര ഭംഗിയായി ശ്രുതിമധുരമായി താളത്തോടെ അത് കേൾപ്പിക്കുമ്പോഴല്ലേ ആ പാട്ട് കേൾക്കാൻ രസം ഉണ്ടാവുന്നത്. അങ്ങനെയല്ലേ? അപ്പൊ കർണാടക സംഗീതം പഠിച്ചിട്ടുള്ള ഒരാളാണ്, അതിന്റെ ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ കുറച്ചും കൂടിയും രസമുണ്ടാവും. സോപാന സംഗീതത്തിന്റെ യഥാർത്ഥമായ രാഗം ഒരു എളിയ കലാകാരിയായിട്ടുള്ള ഞാൻ വിശ്വസിക്കുന്നത് ഭക്തിയാണെന്നാണ്. ഭക്തിരസപ്രധാനമായിട്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് സോപാന സംഗീതമാവുന്നത്. ഏത് കീർത്തനവും ഒരുപാട് വളരെ നന്നായിട്ട് നല്ല ശബ്ദമുള്ള ഒരാൾ അങ്ങനെയല്ല. ആ വാക്കിലും നമ്മുടെ മനസ്സിലും ഒക്കെ ഭക്തി ഉണ്ടാവുമ്പോഴാണ് ഭക്തനിലേക്ക് നമ്മൾ തന്നെ ലയിക്കണം. എന്നാലാണ് ഭക്തനിലേക്ക് ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ? ക്ഷേത്ര നടയിൽ ഇങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞിട്ടും എന്താ പറയാ കരഞ്ഞിട്ടും വിഷമം പറഞ്ഞിട്ടും ഒക്കെയാണ് ഭഗവാന്റെ മുൻപിൽ ആളുകൾ നിൽക്കുന്നുണ്ടാവുക, ആവലാദികൾ പറഞ്ഞിട്ട്. അവരുടെ ഉള്ളിലേക്ക് അവരാ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭക്തൻ അത് കാണാൻ പറ്റണം ഭഗവാന്. അതിന് സംഗീതത്തിന്റെ കൂടെ ഏറ്റവും വലുതായിട്ട് വേണ്ടത് ഭക്തിയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ നമ്മൾ ഈ സോപാന സംഗീതം ആലപിക്കുമ്പോൾ പാടി 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 ഇങ്ങനെ ആ ഒരു മെഡിറ്റേഷൻ മോഡിലേക്കൊക്കെ പോവാറുണ്ട്, സ്വയം മറന്ന് പാടുക എന്നൊക്കെ പറയുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഏത് വേദിയിലും ഇപ്പോൾ നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിച്ചാലും അല്ലെങ്കിൽ സോപാനപ്പടിയിൽ അവതരിപ്പിച്ചാലും നമ്മൾ ആദ്യം പോയിട്ട് ഭഗവാനെ കണ്ടിട്ട് തുടങ്ങാനിട്ട് അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ചെയ്യുക. എന്നിട്ട് മനസ്സിൽ ഗണപതി തൊട്ട് നമ്മൾ സ്വയം അത്ര
ഇൻവോൾവ് ചെയ്തിട്ടാണ് പാടുക. ആ പാടുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്കും വേറെ ഒന്നും വരില്ല, നമ്മൾ അറിയില്ല. അത് സോപാനം പാടുന്ന ഒരാൾക്ക് മാത്രം, അത് കേൾക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഫീല് വേറെയാണ്. പക്ഷെ പാടുന്ന നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ പറയുന്ന വാക്കുകൾ, അതിൽ പറയുന്ന വരികളിലുള്ള ആള് ഞാനാണ്, നമ്മളാണ്. ആ കേൾക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് അവരവരാണെന്നാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഭഗവാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുണ്ടായിട്ടുണ്ട്, അതിനുള്ള ഭാഗ്യം. സോപാന സംഗീതം പോലൊരു കല, ആ കലയിലേക്ക് വരാൻ പറ്റിയത് ആ ഒരു പുണ്യമാണ്. അതുകൊണ്ടല്ലേ ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുന്നത്. ഈ ഒരു അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഈശ്വരീയ ചൈതന്യം നമുക്ക് അനുഭവപ്പെടും, അത് നമ്മുടെ ഉള്ളില് ഉണ്ടാവും. ഓരോ കീർത്തനവും നമ്മൾ അങ്ങനെയാണ് പാടുക. അങ്ങനെ ലയിച്ച് പാടുമ്പോൾ ഭഗവാൻ കൂടെ ഉള്ളതായിട്ട് തന്നെ തോന്നും. എല്ലാ അമ്പലങ്ങളിലും സോപാന സംഗീതം ആലപിക്കുമോ, അതോ പ്രത്യേക അമ്പലങ്ങളുണ്ടോ അതിന്? സോപാന സംഗീതം എല്ലാ ക്ഷേത്രങ്ങളിലും ആലപിക്കാം, അതിലൊന്നും തടസ്സമൊന്നുമില്ല. പിന്നെ അവൈലബിലിറ്റിയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും. ഇപ്പോൾ ഇപ്പോൾ അതിന് പോസ്റ്റാണ് അഷ്ടപതി. ഇപ്പോൾ ഒരുപാട് സമ്പ്രദായങ്ങൾ മാറിയല്ലോ. അപ്പോൾ ഒരു അഷ്ടപതി ഗായകനുള്ള പോസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡൊക്കെ ആണെങ്കിൽ. അങ്ങനെ അല്ലാത്ത മറ്റ് ക്ഷേത്രങ്ങളിലാണെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലാണ് പൂജയ്ക്ക് സോപാന സംഗീതം ഉണ്ടാവുക. അപ്പോൾ പരിപാടികളായിട്ട് ഉത്സവ ആഘോഷങ്ങളിലൊക്കെ ഒരു പ്രോഗ്രാമായിട്ട് ഇപ്പോൾ സോപാന സംഗീതം മാറി. അപ്പൊ ആളുകൾക്ക് പണ്ട് ക്ഷേത്രം അതിൽക്കകത്ത് മാത്രം നിന്നിരുന്ന, ആ പൂജാ ടൈമിൽ മാത്രം പോയാൽ കേൾക്കാൻ പറ്റിക്കൊണ്ടിരുന്നിരുന്ന ഒരു സംഭവത്തെ ഇപ്പൊ ജനകീയമായി അത് വളരെയധികം. അങ്ങനെ എപ്പോഴും ഒരു പ്രോഗ്രാം സിറ്റുവേഷനിൽ വന്നിരുന്ന് അത്തരം ഭക്തിപരമായിട്ടുള്ള കീർത്തനങ്ങൾ കേൾക്കാനുള്ള അവസരം ഇപ്പൊ ഉണ്ട്. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും താല്പര്യം, അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളിൽ എവിടെ വേണേലും നടത്താം. അങ്ങനെയാണ്, സാധ്യതയൊക്കെ ഉണ്ട്. ഒരുപാട് മാറി, ഓപ്പർച്യൂണിറ്റീസും കൂടുതലാണ്. പിന്നെ എനിക്ക് ആശപ്പാടി കേട്ടിട്ടുള്ള, വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദേവാ തവനാമം എന്ന് പറഞ്ഞിട്ടുള്ള, അതൊന്ന് ആലപിക്കണം. ദേവാ തവ നാമാർച്ചനയാണാധാരം അതായിന്നുലകിൽ ഏകായന മാനസമോടങ് ആരാധന ചെയ്യുക സതതം. ഘോരാദികളാകും താപ പ്രാരാബ്ധ വിഷാദമൊഴിക്കാൻ താപാദികളാം ദുരിതങ്ങളെ ആരാലറിയാതെ ഒഴിക്കാൻ. ദേവാ തവ നാമാർച്ചനയാണാധാരം അതായിന്നുലകിൽ ഏകായന മാനസമോടങ് ആരാധന ചെയ്യുക സതതം. നാരായണ നാമം സേവ്യം നാരായണ 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 നാമം സേവ്യം ദേവാർച്ചിത മന്ത്രം ഗുഹ്യം നാനാവിധ ശോകം ചേരും നാനാവിധ ശോകം ചേരും പേരാർന്നിടുമീ യുഗ പുണ്യം. ദേവാ തവ നാമാർച്ചനയാണാധാരം അതായിന്നുലകിൽ ഏകായന മാനസമോടങ് ആരാധന ചെയ്യുക സതതം. ദേവാ ദേവദേവാ ദേവേശ ദേവകീ നന്ദ
കൃഷ്ണ ഹരേ. താങ്ക് യു. സന്തോഷം. ആശേ, നമ്മുടെ ഈ സോപാന സംഗീതത്തിന്റെ ആലാപന ശൈലി, അതുപോലെ സാഹിത്യം, അതൊക്കെ ഒന്ന് പറയാമോ? സോപാന സംഗീതത്തിന്റെ ആലാപന ശൈലി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭക്തിരസപ്രധാനമായ രാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അത് എത്ര നന്നായി ഭക്തി ജനിപ്പിക്കാൻ സാധിക്കുന്നോ, ആ ഒരു കവി എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു രചയിതാവ് എഴുതിയിട്ടുള്ള ആ വാക്കുകളിലെ ആ ഭാവം തന്നെ സംഗീതം കൊടുക്കുമ്പോൾ ഏറ്റവും ഡീപ്പായിട്ട് ചെല്ലാൻ പറ്റുന്ന രീതിയിൽ ആലപിക്കുക എന്നുള്ളതാണ് അതിലെ ഇന്ന പോലെ എന്നുള്ളതില്ല. ഭക്തിക്ക് പ്രാധാന്യം കൊടുത്ത് പാടുക എന്നുള്ളതാണ്. അതുപോലെ അതിലത്തെ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഒരു 90% കീർത്തനങ്ങളും ഭഗവാന്റെ അടുത്ത് നമ്മൾ എന്താ പറയുക, രക്ഷിക്കണേ, അതാണ് കൺക്ലൂഷൻ അതായിരിക്കും. അടി മുതൽ മുടി വരെയുള്ള വർണ്ണനകളാണ്. ദേവദേവി സ്തുതികൾ എന്ന് പറഞ്ഞാൽ അവരുടെ രൂപവർണ്ണനയാണ് ഉണ്ടാവുക. കാരണം രൂപവർണ്ണന വരാൻ കാരണം എന്താണ്? നട അടയ്ക്കുന്ന സമയത്തല്ലേ പാടുന്നത്, കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് അതില്. അപ്പോൾ സാഹിത്യത്തിൽ കൂടുതൽ അത്തരത്തിലുള്ള രചനകളാണ് വരിക, ഉൾപ്പെടുക. അങ്ങനെയാണ് വർണ്ണനകളും പിന്നെ കാത്തുരക്ഷിക്കണം, എന്താ പറയാ, പദമലർ തൊഴുന്നു, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലുണ്ടാവുക. ഇപ്പോൾ നടൻ ഇപ്പോൾ താണ്ഡവാണെങ്കിൽ അങ്ങനെ അതൊക്കെ ഉണ്ട് കേട്ടോ. ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഉപയോഗിക്കും. ഭക്തി വരുത്തുന്ന സാഹിത്യ രചനകളും അതിന് പറ്റുന്ന തന്നെയുള്ള രാഗങ്ങളും ശൈലിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പാടുക. അതാണ് സോപാന സംഗീതത്തിൻ്റെ ഒരു രീതി. ഈ സോപാന സംഗീതം ഞാരളത്ത് രാമപൊതുവാൾ അദ്ദേഹമാണല്ലോ ജനകീയമാക്കിയത്. അതെ അതെ. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു സോപാന സംഗീതം ഇതുപോലെ ജനകീയമാക്കിയ ആദ്യ വനിത എന്ന് വേണമെങ്കിൽ ആശാനെ വിശേഷിപ്പിക്കാൻ തോന്നുന്നു. കാരണം അങ്ങനെയാണ്, ഇത് കണ്ടിട്ടില്ല ആരും ഈ ഇടയ്ക്ക് കൊട്ടി സോപാന സംഗീതം അവതരിപ്പിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ ഇത്രയും ജനകീയമാക്കിയതിൽ പ്രധാന പങ്ക് ആശയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യും. ഞരളത്ത് രാമപൊതുവാൾ എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ സോപാന സംഗീതത്തിന്റെ കുലപതി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുക. അദ്ദേഹത്തിന്റെ പാത എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ചെല്ലുക, സ്വയം സമർപ്പിച്ച് പാടുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഒരു പ്രതിഫലമോ പാരിതോഷികമോ എന്നതിലൊക്കെ അപ്പുറം ആ മൂർത്തിയെ കണ്ട് സ്വന്തം സാറ്റിസ്ഫാക്ഷനാണ്, അത് സ്വന്തം സംതൃപ്തിക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പാടുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം തെളിച്ചൊരു വഴി ഇപ്പോഴത്തെ സോപാനക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ജനകീയമാവുക എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് അല്ലെ? സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്. പണ്ട് അല്ലെങ്കിൽ കുറച്ചു കാലം മുൻപ് വരെ, ഈ കോവിഡിനൊക്കെ മുൻപ് വരെ ഇത്ര അതിപ്രസരം ഇല്ല. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സോപാന സംഗീതം കേൾക്കണമെന്നുണ്ടെങ്കിൽ ക്ഷേത്ര നടയിൽ പോകണം. ആ പൂജാ സമയത്ത് മാത്രം, ആ കുറച്ച് സമയത്ത് മാത്രം. ഇപ്പോൾ അതിലൊരു ഭാഗമാകാൻ, ഒരു ജനകീയമാക്കാനുള്ളൊരു ശ്രമത്തിലൊരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിലൊരു അഭിമാനമാണ്. കാരണം സോപാന സംഗീതം പോലൊരു കലയ്ക്ക് വളരെ വലിയ ജനശ്രദ്ധ കിട്ടി. ഒരുപാട് പേര്, ഇപ്പൊ പെൺകുട്ടികൾ തന്നെ എന്നോട് പലരും പറയാറുണ്ട്, ചേച്ചി ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം അറിയില്ലായിരുന്നു, അപ്പൊ ചേച്ചിയുടെ കണ്ടത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം ഇതിലേക്ക് വരികയാണ് കുട്ടികൾ. അപ്പോൾ അവർക്ക് വേദികൾ ഉണ്ടാവുന്നു. ഉത്സവപ്പറമ്പുകളിൽ ഒരു പ്രധാന പരിപാടിയായിട്ട് സോപാന സംഗീതം മാറുകയാണ്. 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ ഈ കീർത്തനങ്ങൾ കേട്ട് ആളുകൾ ഇരിക്കുകയാണ്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ തന്നെ. സോപാന സംഗീതം പാടുന്ന എത്ര പേരുണ്ട് ഇപ്പോൾ? ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ സോപാനം പഠിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ മോഡലാക്കാനൊരു വനിത ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട്, അല്ലെങ്കിൽ എന്നെ പോലൊരു ചെറിയൊരു ആൾക്ക് ഇങ്ങനൊരു ചുവടുവെപ്പിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം ആയിരിക്കാം. ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് അത്. ഒരു ഈശ്വരൻ അറിഞ്ഞ് തന്നിട്ടുള്ളൊരു ജന്മം എന്നൊക്കെ പറയുന്ന പോലെയാണ്. അല്ലാതെ ഇപ്പൊ അങ്ങനെ ഇതിലേക്കൊന്നും തിരിഞ്ഞു വരില്ല. അതെ അതെ. അല്ല, ഈ ജനറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊക്കെ ഒക്കെ ഫോൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ മോള് ഇപ്പോൾ ഇത് കൂടുതൽ ഇതിലേക്ക് പഠിച്ച് അപ്ഡേറ്റ് ചെയ്ത് അതിലേക്ക് ഒരു ആത്മസമർപ്പണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പം അതെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അഭിമാനമാണ് തോന്നുന്നത്. ഇപ്പം
ആശാൻ ഇന്റർവ്യൂ ചെയ്യാൻ വന്നത് എനിക്കിപ്പോൾ അഭിമാനമാണ്. ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു പ്രശസ്തയായ ഒരു കുട്ടീനെ എടുത്ത് നിൽക്കാൻ പറ്റിയോ സന്തോഷം. ഞാൻ ഒരു വട്ടം നമ്മുടെ കൃഷ്ണാപുരത്ത് തിരുവാണിക്കാവ് അമ്പലത്തിലേക്ക് സോപാന സംഗീതം ആലപിക്കാൻ വന്നിരുന്നു. അന്ന് ഞാൻ ഇതുപോലെ വീട്ടിലെ എന്താ ഉത്സവം നടക്കുമ്പോഴാണ് വേല. അപ്പോൾ ഞാൻ ഇതുപോലെ വീട്ടിൽ പകുതി പണി കഴിച്ചു വെച്ച് ഇനി തൊഴുതു പോയിട്ട് ബാക്കി പണി അങ്ങനെ ഇതായിട്ട് തൊഴാൻ വന്നപ്പോൾ ഇയാൾ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സെൽഫി എടുക്കാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു അതെ പിന്നെ ഇപ്പൊ ചേച്ചി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വരുവരിയാവും, ഇപ്പൊ ഇവിടെ സമയമായി ചേച്ചി ഇതൊന്ന് കഴിഞ്ഞോട്ടെ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ 1 മണിക്കൂർ അവിടെ നിന്നു. ഇപ്പൊ കഴിയും 1.5 മണിക്കൂർ പാടും. ലാസ്റ്റ് അന്ന് പറ്റില്ല. ലാസ്റ്റ് പിന്നെ എനിക്ക് വിളി വന്നു തുടങ്ങി. എപ്പോഴും ഗസ്റ്റുകൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ എന്നിട്ട് പോയി ഭയങ്കര വിഷമത്തോടു കൂടി ഞാൻ പോയി. അതിനുശേഷം പിന്നെ അവിടുത്തെ വനിതാ സംഘങ്ങളുടെ ഒരു അമ്മ സംഘം ഉണ്ടായിരുന്നു, മാതൃസംഘം, മാതൃസമിതി, അവരെല്ലാവരും കൂടിയിട്ട് ആശയോടൊപ്പം നിന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു. അപ്പൊ ഞാൻ മനസ്സിലാച്ചു എന്റെ ഒരു അവസരം നഷ്ടപ്പെട്ടു. അവർക്ക് അന്ന് ഫോട്ടോ എല്ലാം കിട്ടിയേ ഇന്നോ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതൊരു നിമിത്തം, ഭഗവാന്റെ അടുത്ത നിമിത്തമാണത്. എന്നാ നിനക്ക് അന്ന് നീ ഒരു ഫോട്ടോക്ക് കൊതിച്ചു. അയ്യോ അത്ര വലിയ ആളൊന്നും അല്ല. അല്ല ആളാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയത്, ഈ ഫീൽഡിലേക്ക് എത്താൻ പറ്റിയത്. ഭാഗ്യമാണ്. ഈശ്വരാധീനം, സംഗമേശ്വരൻ കൂടൽമാണിക്യ സ്വാമി അതെ അതെ തന്നതാണ്. സംഗീത വഴിയിലേക്ക് വരാൻ ഒരു സാധ്യതയില്ലാതിരുന്നിരുന്ന ആളായിരുന്നു ഞാൻ. എനിക്ക് പാട്ട് പാടാൻ പറ്റിയ പിന്നെ ചിലവരെങ്കിലും പറയാറുണ്ട് ഇങ്ങനെ മോളുടെ പാട്ട് എന്തും കേൾക്കും, അത് കേട്ടിട്ടാണ് വീട്ടിൽ എണീക്കുക, അത് കേട്ടിട്ടാണ് ഉറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പത്തിലിപ്പോ നമ്മൾ പറയില്ല നമുക്കൊരു ആംബിഷൻ, എനിക്ക് വലുതാകുമ്പോ ടീച്ചർ ആവണം അങ്ങനെയൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഈ പറഞ്ഞതാണ് ടീച്ചർ ആവണം എന്നായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു ഉള്ളിൽ. അത് ടീച്ചർ ആവണം എന്നുള്ളത് അതിൽ ഒരുപാട് വഴി എത്തി. BEd ഒക്കെ ചെയ്തിരുന്നു ഞാൻ. പക്ഷെ കോവിഡ് കാലഘട്ടം എന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയില്ലേ നമ്മുടെ ലൈഫില്. നല്ല കാലമായിരുന്നു എനിക്ക്. അതായത് കോവിഡ് വന്നില്ല, അസുഖമൊന്നും വന്നില്ല. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ലൈവ് ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ പരിപാടികളായി. ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ലോക്ക്ഡൌണും പരിപാടി ഇതൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് രാവിലെയും വൈകുന്നേരം 1 മണിക്കൂർ 1.5 മണിക്കൂർ വെച്ചിട്ട് ഫേസ്ബുക്ക് ലൈവ് ആണ്. സ്വന്തമായി ഫേസ്ബുക്ക് അക്കൗണ്ട് പോലും എനിക്കില്ലായിരുന്നു. അങ്ങനെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് ആദ്യം ലൈവ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. എന്നിട്ട് പിന്നെ നമ്മള് ഒരു 200-ൽ കൂടുതൽ പേജുകളിൽ ലൈവ് മാത്രം ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. മിക്കതും ക്ഷേത്ര പേജുകളാണ്. അപ്പൊ ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ നേരിട്ട് പരിപാടിക്ക് വിളിച്ചു. അങ്ങനെ ഞാൻ PG കഴിഞ്ഞു. PG കഴിഞ്ഞ് രണ്ടാമതൊരു PG ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ BEdന് പഠിപ്പിക്കാനുള്ളൊരു ഇത് ആഗ്രഹം BEdന് ജോയിൻ ചെയ്തു. പിന്നെ ഒരു സെമസ്റ്റർ ഒക്കെ കഴിഞ്ഞു. പക്ഷെ എക്സാം വന്നപ്പോ അപ്പൊ നല്ല പരിപാടി തിരക്കുള്ളതായി. പിന്നീട് അങ്ങോട്ട് ഭയങ്കര തിരക്കായി. അപ്പോ കുറച്ച് പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആയി. അപ്പൊ ക്യാൻസൽ ചെയ്യലെന്ന് പറഞ്ഞത് നമ്മള് ഓൾറെഡി പ്രീ ബുക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവർ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ വരില്ല എന്ന് പറയുമ്പോ അത് എനിക്കും സങ്കടം. അവരോട് അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും. അപ്പോ കുറച്ച് പരിപാടികൾ എടുത്തില്ല, അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ പരീക്ഷ എന്ത് ചെയ്തു വെച്ചാൽ വീണ്ടും മാറ്റി പരിപാടിയുടെ നടുക്കന്നേക്ക് പരീക്ഷ മാറ്റി വെച്ചു. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഒരു ചോദ്യം മുന്നിൽ വന്നു, ഏത് വേണം, സോപാന സംഗീതം വേണോ BEd വേണോ? കണ്ണും പൂട്ടി സോപാന സംഗീതം എന്ന് പറഞ്ഞു. അങ്ങനെ BEd അവിടെ ഉപേക്ഷിച്ചു. പിന്നെ ടീച്ചിങ് ഇതിന് പോയിട്ടില്ല. സോപാന സംഗീതമായിട്ട് ഇങ്ങനെ പോണു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെയൊക്കെ ശ്ലോകം, അക്ഷരശ്ലോകം, നാരായണീയം, രാമായണം, ഭഗവത്ഗീത, അങ്ങനെ എൻ്റെ ഒരു കുഞ്ഞി സാമ്രാജ്യത്തിൽ ഇങ്ങനെ പോണു. അപ്പൊ ഈ സാമ്രാജ്യം നമുക്ക് വലുതാക്കണം എന്നുള്ള പ്ലാനിങ് എപ്പോഴാ? ഇനി നെക്സ്റ്റ് പ്ലാനിങ് അതാണല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾ കല്യാണമല്ലേ ചോദിക്കാം, മനസ്സിലായി. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം ഈ ഇടയായിട്ട് അതാണ്, കല്യാണം കഴിക്കുന്നില്ലേ, കല്യാണം കഴിക്കണം. ഇപ്പൊ ഏകാധിപതിയായിട്ട് അത് കല്യാണം കഴിക്കണം എന്നൊക്കെ ഉണ്ട്, ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു എന്താ പറയാ, ഇപ്പൊ ഇങ്ങനെ ഇതാണ് ഞാൻ, എനിക്ക് സോപാന സംഗീതം അല്ലെങ്കിൽ ഇതൊന്നും വിട്ടിട്ട് പറ്റില്ല. അപ്പോ അതുപോലെ തന്നെ അങ്ങനെ ഒരു നമ്മൾ പരിഗണിക്കുന്ന ഒരു ഇതാവുമ്പോ അങ്ങനെയൊക്കെ വന്നാൽ നോക്കാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിപ്പോ. ഒരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല. അച്ഛൻ, അമ്മ, ഈ ഒരു ഇതിലേക്ക് വരുന്ന ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് വരുന്ന ഒരാള് വന്ന ഓക്കെ. അതെ, അത് അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ അച്ഛനും അമ്മയും ജ്യേഷ്ഠനും അവര് ഭയങ്കര സപ്പോർട്ടാണ്. അതല്ലെങ്കിൽ ചേച്ചിക്ക് അറിയാലോ, അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ പെൺകുട്ടിയായിട്ട് പോലും
അതെനിക്ക് ഒരു തടസ്സമായിട്ടേ തോന്നിയിട്ടില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഇടവും വലവും ഇപ്പൊ ഞാൻ പ്രോഗ്രാമിന് പോകുന്നവർക്കൊക്കെ അറിയാം ഞാൻ അച്ഛനും അമ്മയും ഞാനുമാണ്. ചേട്ടൻ ഒഴിവുള്ള ദിവസം ചേട്ടൻ, ഞായറാഴ്ച അങ്ങനെ. അപ്പൊ ഞങ്ങളുടെ ഒരു തീർത്ഥാടനം പോലെയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ പോവുക, പരിപാടികൾ ചെയ്യുക, പുതിയ പുതിയ ആളുകളെ കാണുക, പരിചയപ്പെടുക. സന്തോഷമല്ലേ ഇതൊക്കെ? പിന്നെ നല്ല സമാധാനമായിട്ട് പീസ്ഫുൾ ആയിട്ട് പോകുന്നൊരു ജീവിതം ഉണ്ട് ഇപ്പോ. അപ്പൊ ഇനി ഒരു ചേഞ്ച് ആണല്ലോ എന്തൊക്കെ പറഞ്ഞാലും മറ്റേതിലേക്ക് വരുമ്പോ. തീർച്ചയായിട്ടും. അപ്പൊ നല്ല ചേഞ്ചിന് കുറച്ച് വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതെ അതെ. അതാണ്. കുറേ അമ്പലങ്ങളിൽ പോയിട്ട് ഇപ്പോൾ സോപാന സംഗീതം ആലപിച്ചു. അപ്പോൾ ഇത് അവിടെ പോയപ്പോൾ അമ്പലത്തിൽ എന്തെങ്കിലും ഒരു എടുത്തു പറയത്തക്ക ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ഷെയർ ചെയ്യോ? എല്ലാ ക്ഷേത്രങ്ങളും വളരെ എന്താ പറയാ, നമുക്ക് അത്രയും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവങ്ങൾ തരുന്ന ക്ഷേത്രങ്ങളാണ്. അവിടെ നമുക്ക് ഫേവറേറ്റ് ആണ്. ഇപ്പൊ ഗുരുവായൂരപ്പൻ, നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയൊരു അനുഭവം, ഒരു രസകരമായൊരു അനുഭവം പറയാം. ഗുരുവായൂർ ഒരു പരിപാടിക്ക് പോയി. ഗുരുവായൂർ ക്ഷേത്രത്തിലല്ലായിരുന്നു പരിപാടി, അവരുടെ അടുത്തൊരു പ്രോഗ്രാമിന് പോയി. അപ്പം അവര് നമ്മളടുത്ത് പറഞ്ഞിരുന്നു ഇത് കഴിഞ്ഞാൽ ഗുരുവായൂർ തൊഴാൻ പോവാം. അപ്പോൾ അതാണ് ഉള്ളിലൊരു ആഗ്രഹം, അവിടെ ചെല്ലുമ്പോ കണ്ണനെ കാണാൻ പോവാണോ. അപ്പൊ ഇങ്ങനെ തൊഴാൻ പോവാന്നുള്ള ഐഡിയയിൽ അപ്പൊ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പൊ അവര് തൊഴാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരാരെങ്കിലും നമ്മളെ ചിലപ്പോ അക്കമ്പനി ചെയ്തു വരുമായിരിക്കും. അപ്പൊ അന്ന് അവിടെ നിന്ന് വരാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അപ്പൊ ഞങ്ങൾ പോയി. അങ്ങനെ ചെന്ന് ഭഗവതി നടയിൽ കൂടെ കയറി ആ ഒരു അകത്തൊരു ഓഫീസർ മാനേജറൊക്കെ ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ചെന്ന് ഇങ്ങനെ താഴെ നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ കണ്ണാടി ഉണ്ട്. ആ കണ്ണാടിയിൽ ഞങ്ങൾക്ക് വളരെ പരിചയമുള്ളൊരു ദേവസ്വത്തിൽ ഉള്ളൊരു അദ്ദേഹം അവിടെ ഇങ്ങനെ കണ്ണാടിയിലാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ടു വശത്ത് ഗുരുവായൂരപ്പന്റെ കളപ്പൊക്കെ തൊട്ടിട്ടാണ് നാളെ നിൽക്കണം. അങ്ങനെ ആയി അദ്ദേഹല്ലേ എന്നിങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛനും അമ്മയും ഞാനും ജ്യേഷ്ഠനും ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതന്നെ. അപ്പൊ ഞങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ വലിയ ക്യൂ ഈ പാസ്സൊക്കെ വാങ്ങിക്കാനുള്ള ആളുകളുടെ ക്യൂ ആണ്. അപ്പോൾ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട് എന്ന് രാവിലെ ആയിരുന്നു പരിപാടി. അങ്ങനെ അദ്ദേഹം ഞങ്ങൾ ഈ ചിന്തിക്കുമ്പോഴേക്കും ആള് താഴെ എത്തി. അപ്പൊ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നിയത് എങ്ങനെ എത്തിയാ പോയി തിക്കിന്റെ ഉള്ളിൽ കൂടെ. അപ്പൊ ഞങ്ങളെ അദ്ദേഹം കണ്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. ഞാൻ കണ്ണാടിയിൽ കാണുകയാണ് ആളിങ്ങനെ താഴത്തേക്ക് നോക്കി ആരോടോ സംസാരിക്കുക. അപ്പൊ ആള് വന്നിട്ട് ചോദിച്ചാ ഇന്ന് വരുന്ന എനിക്ക് അറിയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുത്തെ ഒരു ഇതില് പേര് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതെയോ, സന്തോഷം. അപ്പൊ തൊഴണ്ടേ? തൊഴാൻ പറ്റിയ തൊഴണം എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചാൽ ശരി എന്ന് പറഞ്ഞ് പാസ് തന്നിട്ട് പറഞ്ഞു പോയി തൊഴുതിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, വളരെ സന്തോഷമായി. കാരണം ഭഗവാന്റെ അനുഗ്രഹം എന്ന് വിചാരിച്ച് ക്യൂവിലേക്ക് പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് തൊഴാൻ വേണ്ടി അകത്ത് കയറിയപ്പോൾ വേറൊരു രസം എന്താ വെച്ചാൽ അകത്ത് നടക്കിലെത്തി. അപ്പൊ എല്ലാവരും ഇങ്ങനെ വേഗം നീക്കുമല്ലോ തൊഴുത്, കാരണം അത്ര വലിയ തിരക്കല്ലേ അവിടെ. അങ്ങനെ ഞങ്ങളും ഇങ്ങനെ ഒരു ഹായ് പറഞ്ഞ് അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും അച്ഛനുണ്ട് എൻ്റെ ഇവിടെ. അച്ഛന്റെ കയ്യിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റിയിലുള്ളൊരു ലേഡി ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ആള് മാറിയതായിരിക്കും, കാരണം അച്ഛനെ പലപ്പോഴും ആള് തെറ്റിച്ചൊരു മുഖച്ചായൊക്കെ പറയാറുണ്ട്. അപ്പൊ ആളിങ്ങനെ സുരക്ഷയായിട്ടാണെന്നുണ്ട് ഇങ്ങനെ കൈമ പിടിച്ചു. അമ്മയുടെ പേര് പറയുമ്പോൾ മനസ്സിലായി ആള് മാറിയതല്ല, എന്തോ ഒരു പരിചയം ഉണ്ടെന്ന്. അപ്പൊ ഈ ചേച്ചി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അച്ഛന്റെ തറവാടായിട്ടൊരു കണക്ഷൻ ഉള്ളത്, അവരും കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. അങ്ങനെ ആള് രണ്ടാമത് വിളിച്ചു തൊഴുതോന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ തൊഴിച്ചു. അപ്പൊ തന്നെ മനസ്സിങ്ങനെ എന്താ പറയാ, ഗുരുവായൂരപ്പൻ അങ്ങനെ അനുഗ്രഹിച്ചു എന്ന് തോന്നി. അത് കഴിഞ്ഞ് പുറത്തു വന്നിട്ട് ഇനി നമ്മളെ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞിട്ട് വേണ്ടേ പോരാൻ കണ്ട ആളെ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രദക്ഷിണം വെച്ചിട്ട് അവിടെ എത്തി. അതിന്റെ ഉള്ളില് ഭണ്ണാരൊക്കെ ഇരിക്കുന്ന സ്ഥലമില്ലേ, കൊടിമരക്കടക്കല്ലേ, അവിടെ എത്തിയിട്ട് അവരോട് ചോദിച്ചു, പറഞ്ഞ അദ്ദേഹം ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു ആരാണ് എന്ന് വേറൊരാളെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ഈ സ്റ്റാഫ് ഒന്നും ഇവിടെ ഇല്ലേന്ന് ചോദിച്ചപ്പോ ഇല്ലല്ലോ ആളിന്നില്ല, ഇന്നിവിടെ ഡ്യൂട്ടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഡ്യൂട്ടിക്കില്ലേ? ഇല്ല, ഇന്ന് ലീവാണേ, അതൊരു ഇത്രയോ ദിവസമായിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി അതെന്താണാവോ, എന്തായാലും ഫോണിൽ സംസാരിക്കാം, നമ്മൾ കണ്ടതല്ലേ, നമ്മൾ ആളെ കണ്ടതല്ലേ അന്ന്, ടിക്കറ്റ് കൊണ്ട് തന്നതാണ്. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലാവാണ്ടാവെന്ന് വിചാരിച്ചു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തിറങ്ങി വീണ്ടും നമ്മുടെ ഫ്രണ്ടിലെത്തി. ആളുകൾ പുറത്തുനിന്ന് തൊഴില്ലേ, ദീപസ്തംഭല്ലേ, അവിടെ എത്തിയപ്പോ ഈ ഞങ്ങള് കണ്ട ആള് ഇങ്ങനെ നന്ദനം മൂവിയാണ് ഓർമ്മ വരണേ, അതിലേപോലെ കണ്ണ് നിറഞ്ഞു. ഞങ്ങള് കണ്ട ആള് നേരെ കിഴക്കേ ആ ഗോപുരത്തിന്റെ അകത്തേക്ക് കയറി പോവാ. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞതേ നമ്മള് അദ്ദേഹം പോണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വിളിച്ചാ കേൾക്കില്ല, ഞങ്ങള് വിളിച്ചാ കേൾക്കുന്നതിലും ദൂരത്തിലാണ് അദ്ദേഹം. അപ്പോ
അപ്പൊ ഞാനും പറഞ്ഞത് ഇത് അതാളല്ലേ. അപ്പൊ ഞങ്ങൾ വിളിച്ചിട്ട് അദ്ദേഹം കേട്ടില്ല. അത് കഴിഞ്ഞ ആളിങ്ങനെ തിരിഞ്ഞു നോക്കി ഞങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല, തിരക്കില്ലല്ലേ. അങ്ങനെ ആളകത്തേക്ക് കയറിപ്പോയി. അപ്പൊ എന്നിട്ട് നവ്യ നായർ പറഞ്ഞ പോലെ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇത് ഭയങ്കര അതിശയായിട്ടാ. എനിക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അത് കാരണം അത് ഗുരുവായൂരപ്പനാണ്. ഞങ്ങള് ഇനി അത് എന്തല്ല എന്ന് പറഞ്ഞാലും ഞങ്ങളുടെ വിശ്വാസം അത് അല്ല, ഭഗവാനാണ്. തീർച്ചയായിട്ടും. എന്തായാലും ആ 4 ടിക്കറ്റ് കൊണ്ട് തന്നെ തെളിവല്ല. എനിക്ക് പെട്ടെന്ന് കണ്ണ് നിറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടേ. ഒരു വട്ടം ഇതുപോലെ ഞാനും മോനും കൂടി ഇപ്പൊ ഈ അടുത്താ തൊഴാൻ പോകുമ്പോ 4 മണിക്കൂറെങ്കിലും നിക്കണം നടക്കാത്തണെങ്കിൽ അത്രയും വരിക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ആ കല്യാണ അവിടെ എത്താറായപ്പോ ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ നമ്മുടെ മുന്നിൽ തന്നെ ഒരു ചേച്ചി പെട്ടെന്ന് കുഴഞ്ഞിങ്ങനെ നടക്കാൻ പറ്റാണ്ട് ഇങ്ങനെ വീണില്ല, പക്ഷെ ഇങ്ങനെ ഇരുന്നു. കൂടെ ഉള്ള ചേച്ചി വേഗം അപ്പോഴേക്കും പിടിച്ചു. അപ്പോഴേക്കും സെക്യൂരിറ്റികൾ ഓടി വന്ന് എന്തേന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഇത് കണ്ടിട്ട് പിന്നെ പോവാൻ എനിക്കൊരു മനസ്സില്ല. നമ്മളൊന്നില്ല ഇങ്ങനെ ഒരു ഇതല്ലേ, നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാലോ. അപ്പൊ ഞാൻ വേഗം അവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ അറിയില്ല, ആള് പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീണു, എന്താന്ന് അറിയണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞു ഞാൻ ഡോക്ടറാണ്, ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവര് നോക്കിക്കോ. അപ്പൊ ഞാൻ വേഗം പൾസൊക്കെ നോക്കി. അപ്പൊ സംഭവം എന്താ വെച്ചാൽ ആൾക്ക് ഷുഗർ ലോ ആയതാ. അപ്പൊ തലേ ദിവസം ആൾ ഉറങ്ങിയിട്ടില്ല. അപ്പൊ പൾസ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലെ ഉറങ്ങിയിട്ടില്ല അല്ലേ. പറയാ ഇല്ല, ഇന്നലെ മുഴുവനും കണ്ണനെ തൊഴാൻ വരുന്ന കാര്യം പറഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പൊ അതിന്റെ ക്ഷീണം ഒന്ന്, പിന്നെ കുറെ നേരം വരി നിന്നതിന്റെ അതിന്റെ ക്ഷീണം. അപ്പൊ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ആൾക്ക് സോഡാ സർവത്ത് വാങ്ങി കൊടുക്കുക, ആള് അത് ഓക്കെ ആവും. അങ്ങനെ പറഞ്ഞ് സെക്യൂരിറ്റികൾ വേഗം പോയി സോഡാ സർവത്തൊക്കെ വാങ്ങി കൊടുത്ത് ആള് അപ്പോഴേക്കും ആംബുലൻസ് വന്നു. ദേവസ്വം ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ആംബുലൻസിൽ ആളെ ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് കൊണ്ടുപോയിക്കോ, അവിടെ ജസ്റ്റ് ഒന്നൊരു കിടന്നോട്ടെ, ഡോക്ടർമാർ അവിടെ ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് വണ്ടി ആള് കയറ്റി വിട്ട് ഇപ്പൊ ഫ്രീ ആയല്ലോ ഞാനും മോനും വന്ന് വാടാ ഇനി പോവാന്ന് പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റിയോട് ചോദിച്ചേ എവിടെ വരി നിൽക്കണത്, ഞങ്ങൾക്ക് ഒരു അന്തമില്ലാത്ത പോലെ വരി. അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങോട്ട് അറ്റത്തേക്ക് പോക്കോ, റോഡിന്റെ അവിടെയാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഞങ്ങള് നടന്ന് കുറച്ച് ഇങ്ങോട്ട് ആയപ്പോഴേക്കും വേറൊരു സെക്യൂരിറ്റി ഹലോ അവിടെ നിന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ശ്രദ്ധിക്കണില്ല, പോവാണ് വരി നിക്കണ്ടേ. മോൻ പറഞ്ഞു അമ്മ അതേ നമ്മളെ വിളിക്കണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ സെക്യൂരിറ്റി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആള് നടന്നു. എന്താന്ന് വെച്ചാ വല്ലാണ്ട് പബ്ലിസിറ്റി അല്ല, അവർക്ക് അത് ദോഷമല്ല. അപ്പൊ ആളെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നടന്നു. അപ്പൊ ഞാൻ പിന്നെ അറിയാന്ന് പറഞ്ഞു ആ ആളുടെ അടുത്തേക്ക് ഒന്ന് പോയിക്കോന്ന് പറഞ്ഞു. അവിടെ വേറൊരു സെക്യൂരിറ്റി ഹൈറ്റിൽ ഇരിക്കുന്നുണ്ട്, പ്രധാന കവാടത്തിന്റെ അവിടെ ചെന്നപ്പോ ആള് ഏറ്റവും ഫ്രണ്ടില് ചെല്ലുന്ന വരിയില്ലേ, അവിടുത്തെ അങ്ങോട്ട് ഞങ്ങള് അങ്ങോട്ട് ചെല്ലിലും മെയിൻ ഇത് ഓപ്പണായി 5 മിനിറ്റ് കൊണ്ട് കറക്റ്റ് നടക്കെത്തി തൊഴുതു. 11 മണിക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് തോന്നിയൊരു ആഗ്രഹം 1:30 ആയപ്പോഴേക്കും തൊഴില് കഴിഞ്ഞു. വിളിച്ചതാണ്. തീർച്ചയായിട്ടും. ഞാൻ എന്നിട്ട് ഇവിടെ ആളോടൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ പറയാ അവർക്കൊക്കെ ഭയങ്കര അതിശയം. കാരണം 11:30 ഞാൻ ചേട്ടനോട് വിളിച്ചു പറഞ്ഞത് എനിക്ക് ഗുരുവായൂർക്ക് പോകാൻ തോന്നുന്നു, ഞാനും ഉണ്ണിയും കൂടി പോവാട്ടാ. ഈ നേരത്താ ഇനി 1:30 ആവും അവിടെ എത്തുമ്പോ, പിന്നെ എപ്പ തൊഴുതിട്ട് എപ്പ വരാനാ, ഞാൻ എന്തായാലും വേണ്ടില്ല, വൈകുന്നേരം വന്നാലും വേണ്ടില്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞ ആള് 1:30 ആയപ്പോ വിളിക്കുന്നു, തൊഴുത് കഴിഞ്ഞു. അത് ഭയങ്കര അതിശയാണ്. നമ്മള് പെട്ടെന്ന് കണക്റ്റഡ് ആവുന്നത് അതാണ്. ഗുരുവായൂരപ്പൻ സോപാന സംഗീതം തന്നിട്ടുള്ള ഭാഗ്യം. അതുപോലെ തന്നെ ഒരു വർഷം ഏകാദശിക്ക് അവിടെ പരിപാടിക്ക് വിളിച്ചു. അതായത് അവിടെ ഒരു എന്താ പറയാ ലക്ഷദീപ സമർപ്പണ കാഴ്ച, ദീപക്കാഴ്ച ഉദ്ഘാടനത്തിന്റെ വേദിയിൽ. അപ്പൊ എന്റെ അടുത്ത് എന്റെ സംഘാടകർ പറഞ്ഞു മൈക്ക് ഉണ്ടാവില്ല, മൈക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതേ പരിപാടിയുടെ ഒരു സാംസ്കാരിക ചടങ്ങ് രുക്മിണി ഇതിൽ നടക്കുന്നുണ്ട് അതിന്റെ അടുത്തുള്ള ഒരു ഹാളില്, അതല്ല ഇവിടെയാണെങ്കിൽ മൈക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിതാ ചിന്തിച്ച ഭഗവാന്റെ അടുത്തല്ലേ, അങ്ങനെ മൈക്ക് മൈക്കില്ലെങ്കിലും പാടാന്ന് പറഞ്ഞു. ജനസാഗരാണ് ഗുരുവായൂര്. ഏകാദശിയുടെ അന്ന് കാല് കുത്താൻ പറ്റാന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യല്ലേ. അങ്ങനെ അന്ന് അവിടെ പാടി. അത് കഴിഞ്ഞപ്പോ മൈക്കില്ല, ചുറ്റിലും ആളുകളാ. അപ്പൊ നമ്മുടെ സൗണ്ടിന് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭയങ്കര പിച്ചിലായി പോകും പാടി പോകുന്നത്. അങ്ങനെ അത് ശബ്ദമൊക്കെ ഏതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി തുടങ്ങി. പക്ഷെ എന്നാലും ചെമ്പൈക്ക് നാദം നിലച്ചപ്പോൾ കണ്ഠം കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ ആ വക എന്താ പറയാ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ അങ്ങനത്തെ നമ്മുടെ എന്താ പറയാ ചമ്മലൊന്നുമില്ല, വെള്ളി വീഴ് അങ്ങനെയൊന്നുമല്ല. ഗുരുവായൂരപ്പൻ അത് കേൾക്കുന്ന ഉള്ളതാണ്, സ്വീകരിക്കും. അങ്ങനെ പാടി കഴിഞ്ഞപ്പോ അവിടെ നിൽക്കുന്ന ഒരു അദ്ദേഹം ചോദിച്ചു തൊഴണോ എന്ന് ചോദിച്ചു. തൊഴണോന്നോ? പക്ഷെ
അവിടുത്തെ സാഹചര്യം അനുസരിച്ചിട്ട് തൊഴൽ ഇപ്പൊ എങ്ങനെയാ. പിന്നെ അത് മാത്രല്ല ജനങ്ങൾ ഇത്ര നേരം തൊട്ട് നിൽക്കുന്നതാ. ഞാൻ എന്റെ മനസ്സിൽ തൊഴാൻ സാധിക്കും എന്നുള്ള അങ്ങനെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ ചെല്ലുക അതന്നെ ഭാഗ്യം പുണ്യം എന്ന് വിചാരിച്ചു പോയതാ. അപ്പൊ തൊഴാൻ പറ്റുമോ, 1 മിനിറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോ ഞാൻ ഇപ്പോഴും അത് പറയുമ്പോ നമുക്ക് രോമാഞ്ച. പിന്നെ ചെല്ലുന്നത് നമ്മൾ നടക്കലാണ്. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ട് സത്യത്തിൽ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയില്ല വ്യക്തമായിട്ട്. അങ്ങനെ സന്തോഷായി. അപ്പൊ അന്ന് പാടിയപ്പോ തൊണ്ടയൊക്കെ ഇടറി പൊട്ടി വിളിച്ചതാണ് കൃഷ്ണനെ, മൈക്കൊന്നും ഇല്ലാതെ. പക്ഷെ ഭഗവാൻ അത് കേട്ട് നമ്മളെ വളരെ അടുത്തേക്ക് വിളിച്ചു എന്നുള്ളതാണ്. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ. അതുപോലെ ഞാൻ ആലപ്പുഴ ഭാഗത്തൊരു ക്ഷേത്രത്തിൽ പോയി ഒരു പരിപാടിയില്. അപ്പൊ അവിടെ ഒരു പാടത്തിന്റെ നടുക്കാണ് ആ ക്ഷേത്രം. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. ആ സ്റ്റേജ് സൈഡിൽ ക്ഷേത്രം. അങ്ങനെ അപ്പൊ അവിടേക്കുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ, റോഡൊക്കെ ആവുന്നേ ഉള്ളൂ. അങ്ങനെ ആ പാടത്തിന്റെ അവിടെയാണ്, ആ സ്റ്റേജിലാണ് എന്റെ പ്രോഗ്രാം. അങ്ങനെ പ്രോഗ്രാം തുടങ്ങുകയാണ്. അപ്പൊ തുടങ്ങി ഒരു 2 കീർത്തനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എങ്ങോന്നില്ലാത്ത നിറച്ചിങ്ങനെ പ്രാണികളായിരുന്നു. ഫുള്ള് ഇങ്ങനെ പാടാൻ പറ്റില്ല. ചെറിയ ഈച്ചയും ഇതൊക്കെ നമ്മുടെ മേത്തൊക്കെ വന്നിരിക്കുമ്പോൾ വിയർക്കുമല്ലോ നോർമലി. പക്ഷെ ഇത് വലിയ വലിയ ഒരു, ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ. അപ്പൊ അത് മേത്ത് വന്നിരുന്ന് കടിക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പോയാലും വായയിൽ പോവാ, പാടാൻ പറ്റുന്നില്ല. അങ്ങനെയായി. അങ്ങനെ ഞാൻ ഒരു പാട്ട് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ പറ്റണില്ല പാടാൻ. ഇടയ്ക്കിടെ ഇതുമ്മ വന്നിരിക്കുകയാണ്, തോലുമ്മ വന്നിരിക്കുക, കടിച്ച ഓട്ടങ്ങനെ. അപ്പൊ അവര് പറഞ്ഞൊന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ അമ്പലത്തിന്റെ മുമ്പിലേക്ക് പോവാം, സൗകര്യം ഇത്തിരി കുറവാണ്, അപ്പൊ ഒരു കുഴപ്പമില്ല, അങ്ങനെ ചെല്ലാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഒരു കീർത്തനം പാടി തുടങ്ങിയല്ല, ഒരു വലിയ കാറ്റ് വീശി ഗംഭീരം മഴ പെയ്തു. ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ അപ്പുറത്ത് ഒരു പണി ആവശ്യമായിട്ട് കെട്ടിയിരുന്ന ഒരു ഷെഡ് ഫുൾ പറന്നുപോയി. ആ സ്റ്റേജിന്റെ മുകളിൽ വീണു. സ്റ്റേജ് ക്ലീനോടെ, സ്റ്റേജ് തകർന്ന് തവിട് പൊടി. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ, അപ്പൊ എന്റെ ഫുൾ മഴയായി. പെരുമഴയായി അവിടെ, ഭയങ്കര മഴ. പക്ഷേ അന്ന് അവിടുത്തെ അമ്മമാര് എന്റെ ചുറ്റും ഇങ്ങനെ നിന്നു. എന്റെ ചുറ്റും, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ചുറ്റും ഇങ്ങനെ നിന്നിട്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഞാനപ്പോ വിശ്വസിക്കുന്നത് ആ കടിച്ച അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയത് ആരാണ്? അതെ 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 അതെ, അതവിടുത്തെ ഭഗവതിയാണല്ലേ. എന്താ സംശയം? തീർച്ചയായിട്ടും. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ പല ക്ഷേത്രങ്ങളിൽ നിന്നും സന്തോഷം തരുന്ന, അതായത് ഈശ്വരനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന അനുഭവങ്ങളാണ് സോപാന സംഗീതം തന്നിട്ടുള്ളത്. അതിനൊരു ഭാഗ്യം തന്നതിന് എന്നും നന്ദിയുള്ളവളാണ് ഞാൻ ഈശ്വരനോട്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു, സോപാന സംഗീതം കേൾപ്പിച്ചു. അതുപോലെ ആശയുമായി കൂടുതൽ അടുത്തപ്പോൾ നമുക്ക് ഹൃദയത്തിൽ തട്ടിയ ഒരു കാര്യം എനിക്ക് വന്നത്, കുറേ കുട്ടികളെ നാരായണീയം, രാമായണം, ഭഗവത്ഗീത, അതുപോലെ ഇതുപോലുള്ള വാദ്യോപകരണങ്ങളൊക്കെ പഠിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോൾ, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കൊന്നും ഇതൊന്നിനോടൊന്നും വലിയ താല്പര്യമില്ല. ഒക്കെ ഫോൺ, ഗെയിം, അങ്ങനെയുള്ളതിലേക്ക് മനസ്സ് പോകുന്ന ഈ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ കുട്ടികളിലേക്കും ഇതുപോലുള്ള ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്ത് അവരെ നല്ലൊരു ഭക്തിപാതയിലൂടെ, ഭക്തി മാർഗത്തിലൂടെ നയിക്കുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലുള്ളവരാണ് ഇതിനാദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. അച്ഛനമ്മമാർ ഇൻട്രസ്റ്റ് എടുത്ത് മക്കളെ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമം കൊണ്ടുവരിക. അപ്പോൾ തന്നെ നമ്മുടെ ഈ സമൂഹം നന്നാവും. ഒപ്പം നമ്മുടെ മനസ്സിനും സന്തോഷം, നമ്മുടെ മക്കൾക്ക് നന്മ വരുമ്പോൾ അത് കാണുമ്പോഴാണല്ലോ നമ്മൾ രക്ഷിതാക്കൾക്ക് സന്തോഷം. അപ്പോൾ ഈയൊരു നമ്മുടെ ആശ ഇതിനൊരു മാതൃകയാവട്ടെ, ഇതിനൊരു തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരു അമ്മ എന്ന നിലയിൽ ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്രയും നേരം ഒരുപാട് വിശേഷങ്ങൾ ഒരു കുഞ്ഞനുജത്തി പറഞ്ഞു തരുന്ന പോലെ വളരെ സ്വാതന്ത്ര്യത്തിൽ, ഞങ്ങൾ വരുമ്പോൾ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു, നമ്മളായിട്ട് എങ്ങനെയാണ് സഹകരിക്കാവുന്നൊക്കെ. പക്ഷെ ആളെ നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായി, ആള് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന പോലെ, ഇനി വാ നമുക്ക് വീട്ടിൽ പോവാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റും ആളെ. അത്രയ്ക്കും ഒരു സഹകരണവും, വീട്ടിലൊരു കുട്ടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും അതിന് പ്രത്യേക സന്തോഷം. ഇപ്പം കുറേ നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചു, രാവിലെ തൊട്ട് ഇത്രയും നേരമായി.
ആശയുടെ അച്ഛനും ബ്രദറൊക്കെ കൂടെ വന്നിട്ടുണ്ട്. അവരും കാര്യങ്ങൾ കുറേ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വേണ്ടി ഇത്രയും നേരം വളരെ സന്തോഷത്തോടു കൂടി വളരെ സഹകരിച്ചു. അതിന് ഒരുപാട് ആശയുടെ ഫാമിലിയോടും നന്ദി പറയുന്നു. അപ്പം ആശയോട് നന്ദി പറയുന്നു. സന്തോഷം. നമ്മുടെ ചാനല് എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങൾ എല്ലാം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. വിമലവക്ഷസും ഭവഭയാപഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം. ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം. അന്തികേ മമ സദാ ശിവ ശംഭോ ശംഭോ. നീലകണ്ഠ തവ നീലകണ്ഠവുമതിൽ പുളഞ്ഞൊര ഹിമാലയും ഭൂതിശോഭ വഴിയും കരങ്ങളിൽ രമടമാരവ കട്ടും തുടി ശൂലപാണി ശംഭോ ശൂലപാണി മഹാത്രിശൂലമതു മൃഗവുമേന്തിഗതി ഏൽക്കുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം. ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം. അന്തികേ മമ സദാ ശിവ ശംഭോ ശംഭോ.